പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഗുന്തർ എന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യന് എതിരെയാണ്. ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഡ്രാഗൻ ലീ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ വിജയം കരസ്ഥമാക്കാൻ സാധിച്ച ഗുന്തറിൻ്റെ റസൽമേനിയ 42 പദ്ധതി എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് റസൽ വോട്ട്സ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ അവരുടെ പോഡ്കാസ്റ്റിൽ ലെറ്റ്സായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് റസൽമേനിയ 42 ഗുന്തറിൻ്റെ പ്ലാൻ കൃത്യമായി ക്രിയേറ്റീവ് ടീമിന് ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഏത് റെസ്ലറിനെതിരെ എങ്ങനെ ഗുന്തറിൻ്റെ സ്റ്റോറി കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാൻ ഇവർക്കിടയിലില്ല. അപ്പോൾ കുറച്ച് റെസ്ലേഴ്സിനെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗുന്തറിൻ്റെ എതിരാളിയായി കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ ആരെയാണ് അവർ കറക്റ്റ് പിക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ അവർക്ക് ഇടയിലില്ല. അവർ പിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റെസ്ലേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ അതിൽ പുതുതായി വന്ന ഒബാഫെമി, ലെജൻസായ ബ്രോക്ക് ലെസ്നർ, ഹോൾ ഓഫ് ഫെയിമറും ലെജൻഡുമായ റൈ മിസ്റ്റീരിയോ തുടങ്ങിയവരൊക്കെയാണ് ഗുന്തറിൻ്റെ എതിരാളികളാക്കിയിട്ട് റസൽമേനിയ 42 അവർ ഉദ്ദേശിക്കുന്ന റെസ്ലേഴ്സ്. പക്ഷേ ഇവരിൽ ആർക്കെതിരെ എങ്ങനെ സ്റ്റോറി ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗുന്തറിനെ സംബന്ധിച്ച് ഒരു കറക്റ്റ് ഒരു ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ റസൽമേനിയ 42 ഗുന്തറിൻ്റെ എതിരാളി ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ള ഒരു അപ്ഡേറ്റാണ് റസൽ വേർഡ്സ് അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ പങ്കുവച്ചിട്ടുള്ളത്. ഗുന്തർ ഏത് റെസ്ലറിനെ നേരിടാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? റസൽമേനിയ 42 ഗുന്തറിൻ്റെ എതിരാളി ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE പുതുതായി ഡെബ്യൂ ചെയ്ത റോയ്സ് കീസ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. AEWയിൽ പവർ ഹൗസ് ഹോബ്സ് എന്ന റിംഗ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന റോയ്സ് കീസ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെയാണ് WWEയുടെ മെയിൻ റോസ്റ്ററിലേക്ക് ഡെബ്യൂ ചെയ്യുന്നത്. ഈ റോയ്സ് കീസിൻ്റെ ഈ റോയൽ റംബിളിലെ ഡെബ്യൂവിന് ശേഷം പിന്നീട് മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളായ റോയിലോ സ്മാക്ഡൗണിലോ താരത്തെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ചില ഷോകളുടെ ബാക്ക് സ്റ്റേജിൽ റോയ്സ് കീസിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി WWE ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. റസൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡലിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അവരുടെ പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ ക്രിയേറ്റീവ് ടീമിന് യാതൊരുവിധ പ്ലാനും റോയ്സ് കീസിനെ സംബന്ധിച്ച് നിലവിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഏത് ബ്രാൻഡിൽ എങ്ങനെ റോയ്സ് കീസിൻ്റെ ഡെബ്യൂ സ്റ്റോറി ആരംഭിക്കണം എന്നുള്ളതിൽ പോലും ക്രിയേറ്റീവ് ടീമിന് യാതൊരുവിധ പ്ലാനും ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളായ റോയിലോ സ്മാക്ഡൗണിലോ കൊണ്ടുവരാത്തത് എന്നും അദ്ദേഹത്തിൻ്റെ പേര് പോലും മെൻഷൻ ചെയ്യാത്തത് അതുകൊണ്ടാണെന്നും ഇവരുടെ റിപ്പോർട്ടിൽ കൊടുക്കുകയുണ്ടായി. അപ്പോൾ റോയ്സ് കീസ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഭാവി WWE എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. അദ്ദേഹം ഏത് ബ്രാൻഡിലേക്ക് എത്തും? അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഫേസ് ആണോ ഹീലാണോ? അങ്ങനെ പല പല ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ റസൽമേനിയ 42 ശേഷമായിരിക്കാം റോയ്സ് കീസിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ അവർ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും റസൽമേനിയ 42 റോയ്സ് കീസിന് മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യതകൾ ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഇന്നലത്തെ റോ എപ്പിസോഡിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് ദ റോക്കിൻ്റെ അപ്പിയറൻസിൻ്റെ സാധ്യത കൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിൻ്റെ അച്ഛനെ സംബന്ധിച്ചൊക്കെ CM പങ്ക് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു വാചകം പറഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ദ റോക്കിൻ്റെ ഒരു റിട്ടേണിനുള്ള ഒരു സൂചന നൽകുന്നതിലേക്കാണോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാമിലിയിലെ അംഗത്തെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ റോക്ക് അവിടെ ഇടപെടുകയും റോക്ക് അവർക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ആരാധകർ റോക്കിൻ്റെ ഒരു റിട്ടേണിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സാധ്യതകൾ എത്രത്തോളമാണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്ക് ജുമാൻജി എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയുടെ പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ യാതൊരുവിധ പടവും ഇല്ലാതെ കമ്മിറ്റ് ചെയ്യാതെ അദ്ദേഹം ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ റസൽമേനിയ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ടിക്കറ്റ് സെയിൽസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് സെയിൽസിൽ വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് നോക്കിയാൽ റോക്കിനെ പോലെയുള്ള ഒരു താരത്തിൻ്റെ ഒരു അപ്പിയറൻസ് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നാൽ ടിക്കറ്റ് സെയിൽസ് നല്ലതുപോലെ ഉയരാൻ സാധ്യതയുണ്ട്. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ടൊക്കെ റോമൻ റീൻസ് CM പങ്ക് ഇവർക്കിടയിൽ മത്സരത്തിലേക്ക് റോക്കിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായാൽ നല്ല രീതിയിൽ ടിക്കറ്റ്
സെയിൽസിൽ വലിയ വർധനവുണ്ടാക്കും. അപ്പോൾ അത്തരത്തിലേക്ക് WWE കടന്നാൽ റോക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റോക്ക് വരാനും വരാതിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എലിമിനേഷൻ ചേംബർ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. സക്ഷൽ ജോൺസിനയുടെ ഹീൽ ടേൺ കാണാൻ സാധിച്ച എലിമിനേഷൻ ചേംബറിലേക്ക് ദ റോക്കിൻ്റെ ഒരു റിട്ടേൺ നയിക്കപ്പെട്ടത് അത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ആ ഒരു കാര്യത്തിന് പിറകിൽ ടിക്കറ്റ് സെയിൽസ് തന്നെയായിരുന്നു മെയിനായിട്ടുള്ള ഒരു പോയിന്റ്. എലിമിനേഷൻ ചേംബർ വലിയൊരു ഇവൻ്റാക്കി നടത്താൻ WWE പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ വേണ്ടത്ര ആ ഒരു ടിക്കറ്റ് സെയിൽസ് ഉണ്ടായില്ല. അപ്പോൾ റോക്കിനെ കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നു. റോക്കിൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ ടിക്കറ്റ് സെയിൽസിൽ വലിയൊരു വർധനവ് ഉണ്ടാകുന്നു. അങ്ങനെ റോക്കിനെ ഉപയോഗിച്ചുകൊണ്ട് എലിമിനേഷൻ ചേംബർ എന്ന് പറയുന്ന ഇവൻറ്റ് അവർക്ക് സെൽ ഔട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതേ ഒരു പ്ലാൻ റസൽമീനിയ 42 വർക്കൗട്ട് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചാൽ റോമൻ റെയിൻസ്, CM പങ്ക്, റോക്ക് എന്നുള്ള ഒരു സിനാറിയോയിൽ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ദ റോക്കിൻ്റെ വരവ് റോമൻ റെയിൻസിൻ്റെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ പങ്കിൻ്റെ കൂടെ നിൽക്കാനോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ റോക്കിൻ്റെ വരവുണ്ടെങ്കിൽ അത് ടിക്കറ്റ് സെയിൽസ് ഉയർത്തുക എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും WWE ഉദ്ദേശിക്കില്ല. റോക്കിന് മത്സരം കൊടുക്കാനോ അല്ലെങ്കിൽ റോക്കിനെ ഉപയോഗിച്ച് നല്ല സ്റ്റോറികൾ അവർ ബിൽഡ് ചെയ്യാനോ അവർ ഉദ്ദേശിക്കില്ല. ഈ സ്റ്റോറിയിൽ ഇടപെട്ടുകൊണ്ട് റോക്ക് 2-3 പ്രൊമോസ് നടത്തും, എന്നിട്ട് പോകും. അതിനുള്ളൊരു സാധ്യത മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ റോക്കിനെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്ന ഒരു ഡീറ്റെയിൽ ഇങ്ങനെയാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.